ഉക്രൈന് ഇസ്രായേൽ ആയുധങ്ങൾ നൽകി എന്നുള്ളത് ഒടുവിൽ രണ്ട് രാജ്യങ്ങളും സ്ഥിരീകരിച്ചു. ഏറെക്കുറെ മൗനം പാലിച്ചുകൊണ്ടായിരുന്നു ഇസ്രായേലിന്റെ നിലപാടുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോഴത്തെ അവസ്ഥകൾ വലിയ അന്വേഷണ വിഭാഗം പുറത്തുവിട്ടിരിക്കുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നു, ഇറാൻ ഉക്രൈനെതിരെ പ്രയോഗിച്ചിരിക്കുന്ന മിസൈലുകളിൽ പലതും പ്രതിരോധിക്കാൻ വേണ്ടി ഉക്രൈന് സാധിച്ചിട്ടുണ്ട് എന്നും ഇത് പാട്രിയറ്റ് വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഇസ്രായേൽ ഉക്രൈന് നൽകിയതാണ് എന്നും റഷ്യൻ സേന സ്ഥിരീകരിച്ചു. അമേരിക്കയുടെ നിർമ്മിതമാണ്, അത് ഇസ്രായേലിന് വേണ്ടി കരാർ വ്യവസ്ഥ പ്രകാരം അമേരിക്ക നൽകിയതാണ്. കാര്യം ഇസ്രായേലിന് നേരെ മറ്റേതെങ്കിലും രാജ്യങ്ങൾ അക്രമം ഉണ്ടാകുന്ന സമയത്ത് അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് അമേരിക്ക ഇത് നൽകിയത്. അത് സാമ്പത്തികമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ എങ്ങനെയാണ് എന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. ഏതായിരുന്നാലും അവർ പറയുന്ന കാര്യം, അത് ഉക്രൈന് നൽകി എന്ന് പറയുന്ന സമയത്ത് ഉക്രൈൻ ഒരു ജൂത വിശ്വാസിയാണ്, ഇസ്രായേൽ ഒരു ജൂത രാഷ്ട്രമാണ്, അവരെ സംരക്ഷിക്കുക എന്നുള്ളത് ഇസ്രായേലിൻ്റെ ബാധ്യതയാണ് എന്നതിനാലും റഷ്യക്ക് സൈനികപരമായിരിക്കുന്ന ബലക്ഷയം ഉണ്ടായെങ്കിൽ മാത്രമേ യഥാർത്ഥത്തിൽ ഇറാന് ഇസ്രായേലിനെതിരെയുള്ള നിലപാടിൽ നിന്ന് അയവ് വരുത്തൂ അല്ലെങ്കിൽ മാറ്റങ്ങൾ ഉണ്ടാവൂ എന്നുള്ളതാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇസ്രായേൽ മനസ്സിലാക്കുന്നത്. എന്നാൽ അത് നേരെ തിരിച്ചടി എന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അഥവാ റഷ്യയും ഇസ്രായേലും തമ്മിൽ ഇറാനോടൊപ്പം ചേർന്നുകൊണ്ട് ഇസ്രായേലിനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള നടപടി എടുക്കുമോ എന്നും